ഇന്നലെ വരാത്തവരുടെ ശ്രദ്ധയ്ക്ക് ചെറിയ ചെറിയ പമ്പുകളുടെ ബേസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 CR നിന്നും വലിയ പമ്പുകളുടെ ബേസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 CR നിന്നും ആണ്. 8194 പമ്പിന്റെ ബേസ് പ്രൈസ് 200 CR. സുനിമോൻ 300 CR. ആരാണ് 500 പറഞ്ഞ? സെക്സികുമാർ 500 CR. 606 കഴുകൻദാസ്. 600 CR കഴുകൻദാസ്. 700 CR സെക്സികുമാർ. 750 പേര് ജോസഫ്. 800 CR സെക്സികുമാർ. 800 CR സെക്സികുമാർ. 800 CR സെക്സികുമാർ. നമ്മുടെ ട്രക്ക് ഏറ്റവും കൂടുതൽ പാസ് ചെയ്തു പോകുന്ന പമ്പാണത്. 800 CR ഒരു തരം. 850 CR ഗോമസ് ഡ്യൂഡ്സൺ. 850 CR ഗോമസ് ഡ്യൂഡ്സൺ. 900 CR 950 CR സാഗർ. 950 CR സാഗർ. 1000 CR സെക്സികുമാർ. 1000 CR. 1300 CR ഗോമസ് ഡ്യൂഡ്സൺ. 1300 CR 50 CR സാഗർ. 1500 CR ഗോമസ് ഡ്യൂഡ്സൺ. 1500 CR ഗോമസ് ഡ്യൂഡ്സൺ. ഒരു സെക്കൻഡ്, ഗോമസ് ഡ്യൂഡ്സൺ ഇന്നലെ പമ്പ് വിളിച്ചില്ലായിരുന്നോ? വിളിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ് അത് ചെക്ക് ചെയ്യോ. ഗോമസ് ഡ്യൂഡ്സൺ ഇന്നലെ ഓക്കെ ഓക്കെ 1500 CR ഗോമസ് ഡ്യൂഡ്സൺ. 1500 CR ഒരു തരം. 1500 CR. 1550 CR സാഗർ. 1550 CR സാഗർ. 1500 ഇപ്പൊ എത്രയാണ് ലാസ്റ്റ് വിളിച്ച? 550. 1600 CR 1600 CR ഗോമസ് ഡ്യൂഡ്സൺ. 1650 CR സാഗർ. 1650 CR സാഗർ. 2000 CR ഗോമസ് ഡ്യൂഡ്സൺ. 2100 CR സാഗർ. 2101. 2102 CR ഗോമസ് ഡ്യൂഡ്സൺ. 2102. 2105. 2105. 2150 ഗോമസ്. 2150. 2151. 2151. 2151 അര. ഞാൻ വിട്ടു. അര വിളിക്കാം. ഓക്കെ, 2151 അര. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ട്രക്ക് ഏറ്റവും കൂടുതൽ ജോബിന് വേണ്ടി പാസ് ചെയ്തു പോകുന്ന ലൊക്കേഷനാണത്. ഡീസൽ ചെലവ് എന്ന് പറയുന്നത് വളരെ അമിതമാണ്. നല്ല കച്ചവടം കിട്ടുന്ന ഒരു പമ്പാണത്, മറന്നു പോകരുത്. ആ പമ്പിൽ നിന്നും ലാസ്റ്റ് 6 months ആ പമ്പ് ഓണറിന് കിട്ടിയത് അറൗണ്ട് 6500 CR ആണ്. ഓക്കെ, അപ്പം 2151 ഗോമസ് ഡ്യൂഡ്സൺ ഒരു തരം. 2151 ഗോമസ് ഡ്യൂഡ്സൺ രണ്ട് തരം. Any more final bids? 2151 ഗോമസ് ഡ്യൂഡ്സൺ 3 തരം സോൾഡ്. അപ്പോൾ ഗോമസ് ഡ്യൂഡ്സൺ പ്ലീസ് കം ഫോർവേഡ്. മിസ്റ്റർ എക്സ് ആയിട്ട് എമൗണ്ട് ഡീലിംഗ് നടത്തിയേക്കും. ആ കുഴപ്പമില്ല, നമ്മളൊരു 2150 വരെ പിടിച്ചാ. അത്രയും പിടിച്ചില്ലേ? അത്രയൊക്കെ മതി. സാറ് 5 പൈസ പോലും ഇല്ലത്. എന്തായാലും അത്ര വരെ എത്തിച്ചില്ലേ? ഒരു ഇത്രയൊക്കെ നല്ല പമ്പാന്നത് ഇച്ചാ. അത് ട്രക്ക് ഓടുന്ന പമ്പ. അതായത് ഇത് കണ്ട, നമ്മുടെ ഈ ലൊക്കേഷൻ കണ്ട, ഇവിടുന്നാണ് ട്രക്കിന്റെ ഓട്ടം. ഈ എല്ലാ ജോബുകളും മെയിൻലി പോകുന്നത് ഈ ഒരു ഏരിയയിൽ കൂടെ. മനസ്സിലായി? ഈ ഒരു ഏരിയയിൽ. അപ്പം ഇവിടെ ഉള്ള ഏരിയയിലുള്ള പമ്പുകൾക്ക് നല്ല ഡിമാൻഡാണ്. മനസ്സിലായോ? ഇനിയിപ്പം ഇവിടെ ബ്ലാക്ക് മാർക്കറ്റ് വരും, റോബറീസ് സ്റ്റാർട്ട് ആവും. സോ ഈ ഒരു ഏരിയയിലുള്ള പമ്പുകൾക്ക് നല്ല ഡിമാൻഡ് വരും.
രണ്ടാമത്തെ പമ്പ് ഏതാ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് രണ്ടാമത്തെ പമ്പിലോട്ട് കിടക്കാം. സെക്കൻഡ് പമ്പ് ലൊക്കേഷൻ 9033 9033 ലൊക്കേഷൻ അറിയാത്തവർക്ക് /GPS അടിക്കുക, 9033 അടിച്ചു നോക്കുക, ലൊക്കേഷൻ കിട്ടും. അന്നത്തെ ക്ലബിന്റെ ബിസിനസിന്റെ എല്ലാം കൂടി ടോട്ടലായിട്ട് കേൾക്കുന്ന ആളെ കിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഗാർബേജ് ജോബിന്റെ ഏറ്റവും അടുത്തുള്ളൊരു പമ്പ്, ഏറ്റവും മുതുക്കിലോട്ട് ജോബുകളിൽ നിന്നും ഏറ്റവും എളുപ്പം പാസ് ചെയ്ത് പോകുമ്പോൾ ആദ്യം വരുന്ന പമ്പാണത്. എന്തായിരുന്നു? 9033 ആണ് പോസ്റ്റൽ. 9033. എല്ലാരും പമ്പ് കണ്ട് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റാർട്ടിംഗ് ബിഡ് ഈസ് 200 CR. എനി ബിഡ്സ് സ്റ്റാർട്ടിംഗ് 200 CR. ഒന്നും കേൾക്കുന്നില്ല. കേക്കാമോ? ഇല്ല കേൾക്കുന്നില്ല. ബഗ്ഗുണ്ട് ബ്രാവോ. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എല്ലാവർക്കും കേൾക്കാമോ റേഡിയോയില്? ഓക്കെ, 9031 ആണ് പമ്പിന്റെ ലൊക്കേഷൻ. ഗാർബേജ് ജോബിന്റെ തൊട്ടടുത്തുള്ള പമ്പ്. സിറ്റിയിലുള്ള മിക്ക ജോബുകളിൽ നിന്നും ആദ്യത്തെ വിസിറ്റിൽ വരുന്ന പമ്പാണത്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ബിഡ് 200 CR ആണ്. എനി ബിഡ്സ് ഫോർ 9031. CK 200 CR. ആരായിരുന്നു തമ്പുരാൻ? ജോസഫ് 250 CR. എത്ര? സാഗർ 500 CR. സാഗർ CK 550 CR. CK 550 CR. 670 CR. 670 CR. സാഗർ മറ്റേ പൈസ ഉണ്ട് കയറ്റി വെക്കുന്നത്. 670 CR. സാഗർ ഒരു തരം. 670 CR. സാഗർ രണ്ട് തരം. Any more final bids? ശക്തികുമാർ. പട്ടി അവന്റെ പൈസയില ഇറങ്ങിയതാണ് ആറി. ശക്തികുമാർ എത്ര വിളിച്ചിരുന്നത് ലാസ്റ്റ്? 700 CR. ശക്തികുമാർ 700 CR ഒരു തരം. 700 CR രണ്ട് തരം. Any more final bids? 700 CR മൂന്ന് തരം സോൾഡ്. 700 CR 9031 പമ്പ് സോൾഡ് ആയിട്ടുണ്ട്. ടു ശക്തികുമാർ. ശക്തികുമാർ പ്ലീസ് കം ഫോർവേഡ്. മിസ്റ്റർ സാഗർ പ്ലീസ് കം ഔട്ട്. ഉള്ളിലെ പേര് യെസ് 7,001. താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. 1500 കോടി. 1533 കോടിയോ? അതെ അത് അപ്പൊ തന്നെ 15,000 മേലെ കോടിയായല്ലോ അത്. അല്ലല്ല 1000 കോടിയുണ്ട്. 1000 കോടി അതിനകത്ത് ഞാൻ മൊത്തമായിട്ട് അങ്ങ് വായിച്ചതേ ഉള്ളൂ. അപ്പൊ മിസ്റ്റർ അസിസ്റ്റന്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബാങ്കറിനെ അത് കോൾ ചെയ്തിട്ട് ഈ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണേ. കാരണം ഓപ്ഷനിൽ ഒരു തിരിമറി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ? ഞാനിവിടെ ഒരു ഓപ്ഷന് വന്നതാണ്. അപ്പം നമ്മളിങ്ങനെ നാണം കെടുത്തി വിടാൻ നിങ്ങൾക്ക് എന്ത് മോശമാണ്. ഞങ്ങളൊരു ക്ലയന്റ് ആണ്. ഞാനൊരു ക്ലയന്റ് ആണ്. ക്ലയന്റ് എല്ലാ പമ്പുകളും 500 കോടി മേളിൽ കയറ്റി വെക്കാമെങ്കിൽ ക്ലയന്റിന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ടൊന്ന് കാണാം. ഓക്കെ 500 ഉറപ്പാണോ? 100%. ഞാനൊരു കാര്യം, ഞാൻ പെട്ടാ ഞാൻ വലിച്ചു വരും. അത് പറ്റത്തില്ല. അത് ബാൻ തരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ 500 കോടിയിൽ മുകളിലോട്ട് വെക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അത് 500 കോടി മോടി ഞാൻ ആക്കി തരാം. അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ എന്നെ അവസാനം എന്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഊരും.
ആ ഓക്കെ ഓക്കെ ഞാൻ അപ്പൊ ഞങ്ങള് കൺഫേം വരും. പണം അപ്പൊ ഞങ്ങള് അത് പണം പറ്റത്തില്ല, അതാണ് എനിക്ക് ഉറപ്പ് വേണ്ടത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് അതാണ് എനിക്ക് ഉറപ്പ് വേണ്ടത്. നമുക്ക് തരാൻ പറ്റത്തില്ല. താങ്കൾ അത് പോയിരുന്നോ? പറ്റത്തില്ല നമ്മൾ. അപ്പൊ ഓക്കെ 500. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷനിലെ മൂന്നാമത്തെ പമ്പ് ലൊക്കേഷൻ 1054 1054 1054. മിന്നലബി 205 കോടി. ഇത് എവിടെ? ഏതൻ 200 CR. 205 കോടി ആരെ വിളിച്ചായിരുന്നല്ലോ? അത് 250 CR ആരാ? തമ്പുരാൻ. 300 CR. 300 CR. 350 CR. 400 CR Sagar. 400 CR. 500 CR. 500 CR. 550 CR Sagar. 550 CR സാഗർ. Jas Tambura 600 CR. ജാസ് തമ്പുരാൻ 600 CR. 650 CR മിന്നൽ. 650 CR ഒരു തരം. 650 CR. എമൗണ്ട് എത്ര? 650 കോടി. 650 CR. 650. യെസ്. 650 CR രണ്ട് തരം. Any more final bids? 650 CR മൂന്ന് തരം. Sold to മിന്നലബി. സാർ റേഡിയോയിൽ കേൾക്കുന്നില്ലേ? റേഡിയോയിൽ എന്തോ പ്രശ്നമുണ്ട് സാർ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ നാലാമത്തെ പമ്പിലൂടെ നമുക്ക് പോകാം. നാലാമത്തെ പമ്പ് ലൊക്കേഷൻ 945 945 ഇല്ലെങ്കിൽ 94 5. ഏതൻ 200 CR. Jas Tambura 250 CR. 94 5 300 CR. 400 CR Sagar. 400 CR സാഗർ. Tambura 500 ഏതൻ CR. 320 CR. 500 CR തമ്പുരാൻ. Jas Tambura 550. 550 CR തമ്പുരാൻ. CK 600. 600 CR CK. 800 CR കഴുകന്ദാസ്. 850 CR Sagar. 850 CR സാഗർ. 1000 CR കഴിയുന്നത്. 1000 CR കഴുകന്ദാസ്. റോക്സൂഡ് പോലെ കണ്ണായ സ്ഥലം, എല്ലാ ഗാങ്ങുകളും വാറ് കളിക്കുന്ന സ്ഥലം, മെയിൻ പീക്ക് പോയിന്റ് ആയ ലൊക്കേഷൻ 945. എൻട്രിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ലൊക്കേഷൻ. എല്ലാ ഗാങ്ങുകൾക്കും ഈസിലി ഫ്യൂൽ ചെയ്യാൻ പറ്റിയ പമ്പ്. 1000 CR ഒരു തരം കഴുകന്ദാസ്. 1000 CR രണ്ട് തരം കഴുകന്ദാസ്. Any more final bids? 1000 CR മൂന്ന് തരം കഴുകന്ദാസ് സോൾഡ്. കൺഗ്രാറ്റ്സ് കഴുകന്ദാസ്. ഒരുപാട് കാശുണ്ടാക്കാൻ നിന്ന് എൻജോയ്. അതെ, ഗ്യാങ് വണ്ടി എല്ലാം ഡീസലാക്കണം, ഇല്ലെങ്കിൽ അവരൊരുപാട് പൈസ ഉണ്ടാക്കും. നാളെ തൊട്ട് ഗ്യാങ് വണ്ടി എല്ലാം ഡീസലാണ്. ഈ ബ്രാക്കൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും മിസ്റ്റർ ലംബോദ്? സാരമില്ല, ഞാൻ എക്സൈറ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഇന്നത്തെ അഞ്ചാമത്തെ പമ്പ് 3008 ആണ് ലൊക്കേഷൻ വരുന്നത്. 3008. CK 200 CR. Jas Tambura 250 CR. D number 300 CR. സുനിമൻ 300 CR. CK Jas Tambura 400 CR. സുനിമൻ 400. Hold on. ഓപ്ഷൻ റോഡ് ഉണ്ടോ? ഓപ്ഷൻ ഞാൻ ഇവിടെ ഉണ്ട്, റോഡ് അവര് വിളിക്കട്ടെ. വെറുതെ എന്റെ തൊണ്ടോട്ടിരിക്കുന്നത്. കണ്ടിന്യൂ യു ഗൈസ് കണ്ടിന്യൂ. ഞാൻ വിചാരിച്ചു താൻ കത്തിപ്പോയി. സോറി. 600 CR. Sagar 650 CR. സുനിമൻ 700 CR. സുനിമോൻ 700 CR ഒരു തരം സാൻഡി പമ്പാണ് വരുന്നത്. നമ്മുടെ പുതിയ ആയിട്ട് വരാൻ പോകുന്ന ഫിഷിംഗ് ജോബ് അതിനടുത്തായിട്ടാണ് വരാൻ പോകുന്നത്. 650 CR Sagar. 650 CR സാഗർ. 700 CR. 700 CR ആരാണ്? 750 CR Sagar. 850 CR സുനിമൻ. 850 CR സുനിമോൻ. 900 CR Sagar. 1000 CR സുനിമൻ. 1000 CR സുനിമോൻ. ഏത് ഫിഷിംഗ് ജോബ്?
1000 CR സുനിമോൻ ഒരു തരം. 1000 CR സുനിമോൻ രണ്ട് തരം. കറന്റ്ലി ഹണി ജോബ് ഏറ്റവും കൂടുതൽ നടക്കുന്നതും ലാഭം കിട്ടുന്നതുമായ ലൊക്കേഷനാണ് സാൻഡി. അവിടെ പുതിയൊരു ജോബ് കൂടെ വരികയാണ്. അപ്പോൾ 1000 CR. Any more bids for Sandy Pump? 1001 കിലുവ അല്ല, ഇപ്പൊ കിലോ വിളിച്ചിവിടെ 1001. ഓ പുള്ളി മൈക്കലല്ല, മീൻസ് അടുത്തിരുന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കേട്ടു. 1001 കിലുവ ഒരു തരം. 1001 1001. 1050 സുനിമോൻ. 1050 രണ്ട് തരം. Any more bids? 1050 മൂന്ന് തരം. Sold to Sunimon. Sunimon, congrats. Please come forward. ആ കിലോ നിന്നെ പ്രാവി മുട്ടയില് കൂടോത്രം വെച്ച് കൊണ്ട് 50 കോടി കൂടെ എക്സ്ട്രാ ഇട്ടതോട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവാ? കള്ളക്കളവൻ. 50 കോടി കൂടെ. കിലോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ആംബുലൻസ് ഒക്കെ വീടിന്റെ ഉള്ളിൽ വന്ന്. ഓക്കെ, നമ്മുടെ അടുത്ത പമ്പ്, അതായത് ഇന്നത്തെ 6ാമത്തെ പമ്പ്, ലൊക്കേഷൻ 3056 3056. മുതുക്കത്തെ എന്നാണോ? ആർക്കും വേണ്ടാത്തൊരു പമ്പ് അത്. നമ്മുടെ പുതിയ മൈനിങ് ജോബ് അതിനടുത്തായിട്ടാണ് വരാൻ. 500 CR സാഗർ. 500 CR സാഗർ. 550 CR ആരാണ്? ഷെർലോക്ക്. ഷെർലോക്ക് 550 CR. 600 CR CK. 600 CR CK. 600 CR CK. പാപം ഒന്ന് കഴുകിക്കളയാം. 600 CR CK ഒരു തരം. ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച്. 600 CR CK രണ്ട് തരം. Any more final bids? 600 CR CK മൂന്ന് തരം. Sold. CK please come forward. മൈൻഡ് ജോബ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്ത് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 2% അല്ല, ഇയാള് 90% ചോദിച്ചു കഴിഞ്ഞോണ്ട് പോകുന്നാണ് തോന്നുന്നത്. 1000 താഴെ ആര് വിളിച്ചാലും പൊക്കിച്ച് 1000 കയറ്റി. ഇനി ഒരു രേസം പറഞ്ഞു പിള്ളേച്ച എന്റെ കൂടെ. നമ്മളിപ്പോ ഏത് പമ്പാണ് ലാസ്റ്റ് വിളിച്ചത്? 3056 അല്ലേ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ 7ാമത്തെ പമ്പ്, ലൊക്കേഷൻ 4010 4010. ലൊക്കേഷൻ 4010 4010. 300 CR സാഗർ. 301 CR സിരി. 301 400 CR. ജാസ് തമ്പുരാൻ 400 CR. 450 CR. 450 CR സാഗർ. 451 CR സിരി. 451 CR സേതു. 452 CR. എത്രയാണ്? കേട്ടില്ല. 452 CR. പേര് ഡേവ് സ്റ്റീൽ. 452 CR. ജാസ്തംബുരാൻ 500 CR. 501 CR സാഗർ. ജാസ്തംബുരാൻ 550 CR. 550 CR ജാസ് തമ്പുരാൻ. 550 CR ഒരു തരം. അറക്കളമ്പായ 600 CR. അറക്കളമ്പായി 600 CR. അറക്കളമ്പായി 600 CR ഒരു തരം. അറക്കളമ്പായി 600 CR രണ്ട് തരം. Any more final bids? അറക്കളമ്പായി 600 CR മൂന്ന് തരം. സോൾഡ്. അറക്കളമ്പായി പ്ലീസ് കം ഫോർവേഡ്. ഷോ ഇൻ മാപ്പ് കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് 4010 സാൻഡിയിലെ പമ്പ്. ഞാൻ ഇറങ്ങുവാണ്, നമ്മൾ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, വിടൂ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ 8ാമത്തെ പമ്പ് 7166. മുതുക്കിന്റെ പമ്പ് എന്നാണ്? 300 CR. 500 CR ജോർജ് ആരായിരുന്നു?
ജോർജ് മാത്തൻ 500 CR. ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഏതായിരുന്നു? 7166. ഇത് ഏത് പമ്പ് ഇത്? ഏതൻ 700 CR. Hold on. ഓ അടുത്തുള്ള പമ്പാണ്. ഓക്കെ 700 CR ഏതൻ? 750 ഷെർലോക്ക്. 800 സാഗർ. നമ്മുടെ ഓഷ്യൻ ഹൈവേയിലെ പമ്പില് വില കൂടുതലാണെങ്കിൽ അടുത്തതായി സിറ്റിസൺസ് എല്ലാവരും പ്രിഫർ ചെയ്യാൻ പോകുന്ന ഏറ്റവും അടുത്തുള്ള പമ്പാണ് 7166 പമ്പ്. 810 CR ആരായിരുന്നു വിളിച്ചേ? ഷെർലോക്ക് അല്ലേ? ഷെർലോക്ക് 810 CR ഒരു തരം. ഷെർലോക്ക് 810 CR രണ്ട് തരം. Any more final bets? Sherlock 810 CR മൂന്ന് തരം sold. 7166 sold to Sherlock. Please come forward, Sherlock. Sherlock 810 അല്ലേ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് പമ്പ്, അത് 9ാമത്തെ പമ്പ് 7001 ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, 9139. ലൊക്കേഷൻ 9139. 9139. Sedu is 200 CR. 200 CR. ജാസ്തംപുര 250 CR. 500 CR സാഗർ. 500 CR സാഗർ. 501 Sedu. 501 സേതു. സേതു ഇന്നെങ്കിലും ആ പമ്പ് പിടിക്കുമോ സേതു? ഹിറ്റ്മാൻ 550. ഹിറ്റ്മാൻ 550. 650. സാഗർ 650. സാഗർ 650 CR ഒരു തരം. 700 CR Sedu. 700 CR സേതു. 700 CR സേതു ഒരു തരം. 700 CR സേതു രണ്ട് തരം. Any more final bids? 700 CR സേതു മൂന്ന് തരം sold. Congrats സേതു. Please come forward. അതങ്ങ് എടുത്ത് അത് മതി. Congrats സേതു, congrats. ഇന്നലെ മുതൽ കഷ്ടപ്പെട്ട ഇന്ന് പമ്പ് പിടിച്ചല്ലേ? അത്രേ ഉള്ളൂ. നടക്കട്ടെ. Okay guys, to the main event and ഇന്നത്തെ ലാസ്റ്റ് പമ്പ്, ഏവരും കാത്തിരുന്ന പമ്പ് 7001 ഓഷ്യൻ ഹൈവേ പമ്പ്. ബേസ് പ്രൈസ് 1000 CR. ആദ്യം തന്നെ 1000 വിളിച്ച് 1001 ജോഡി. രാഹുൽ 1000 CR. ജോണി 8000. ജോഡി 8000. രാഹുൽ 9000. സാംഗുരു 9000. ജോണി 9500. ജോഡി 9500. രാഹുൽ 10000. സാംഗുരു 10000. അയാൾ കൊണ്ടുപോട്ടെ. 10000. ഇല്ല പറഞ്ഞോ. സാംഗുരു 10000. കോടി തന്നെ എന്താ പറയുന്നേ? സാംഗുരു 10000 കോടി ഒരു തരം. ഓണക്കോടി ഒന്നല്ലല്ലോ. സാംഗുരു 10000 കോടി രണ്ട് തരം. Any more final bids ജോണി? വേണമെങ്കിൽ 1 കോടി കൂടെ കയറ്റി വെക്കാം. ജോണി ഒന്ന് മനസ്സ് വിചാരിച്ചാൽ 1 കോടി കയറ്റി വെച്ചാൽ സാംഗുരു 1000 കോടി കയറ്റി വെക്കും. ജോണി ഒന്ന് മനസ്സ് വെച്ചാൽ 1 കോടി കയറ്റി വെച്ചാൽ സാംഗുരു 1000 കോടി കയറ്റി വെക്കും. 1000 കോടി ഫൈനൽ ബിഡ്സ്. എനി മോർ ബിഡ്സ്? 1000 കോടി അല്ല 10000. അല്ല 10000 കോടി. എനി മോർ ബിഡ്സ്? ഫൈനൽ കോൾ ആരെങ്കിലും? അതൊരു പെയ്ഡ് വർക്കർ ആണോ? ഓക്കെ, 1000 കോടി സോൾഡ്. ഒരു തരം രണ്ട് തരം ഒന്നും ഇല്ലേ ഫോക്സ്? ഇല്ല, 1 2 ഒക്കെ കഴിഞ്ഞ്.
അത് എന്തോ ഒരു തരം 2 തരം ഇനി അവരെന്തോ വിളിക്കാൻ നീ ഒന്നിങ്ങി വന്ന് നമ്മുടെ ക്ലബ്ബ് പോലും ഇതിനെ പൈസക്ക് പോയിട്ടില്ല. സാറിങ്ങി വന്ന ഡൗട്ട് ചോദിച്ചോട്ടെ എക്സ്ക്യൂസ് മീ, സാറേ സൈക്കോളജിക്കൽ മൂവ് കൊണ്ട് ഞാൻ ആദ്യമേ എന്നെ 300 വരെ 1000 വിളിച്ചു കേട്ടോ. 1000 വെച്ച് അതുകൊണ്ട് അവര് 7000 വിളിച്ചു. 7000 10,000 ആയിട്ടുണ്ട്. 2% പറയുമ്പോൾ 100 കോടി മേടിക്കും. 2% എനിക്ക് 1%. 2%-ൽ 1% അവിടെ നമ്മുടെ ഓപ്ഷനിൽ ഒരു വലിയൊരു പങ്ക്, അതായത് നമ്മുടെ ഇന്നലത്തെ വിറ്റുപോയ പമ്പുകളുടെ കണക്കും ഇന്ന് വിറ്റുപോയ പമ്പുകളുടെ കണക്കും എടുത്താൽ സോറയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ് സോറയ്ക്ക് എല്ലാ പമ്പുകളും 700 കോടി മിനിമം 700 കോടി. ഏകദേശം അതിലെ ഒരു വലിയൊരു കൈ പങ്കുവെച്ച ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. പുള്ളി ഇന്നലെ ഉണ്ടായില്ലല്ലോ. ഞാൻ വന്നില്ല, അതുകൊണ്ടാണ് അതെ. അപ്പം സോറോ ഒരു 10 CR ഈ പുള്ളിക്ക് കൊടുത്തേക്കണേ. പെണ്ണോ ഒരു പെർസെന്റേജ് തരൂ. പെർസെന്റേജ് വേണോ? തരാം, 50 മതി. ഒരു 50 ഇപ്പൊ തരാം കേട്ടോ. ഇവന് 5 കൊടുത്താൽ മതി. 5 11 കോടി രൂപ താങ്കൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നത് കൊണ്ട് താങ്കൾക്ക് 15 വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തിരിച്ചു തരാം. വന്നിരുന്നു 4 വിളി വിളിച്ചാൽ 10 CR കിട്ടിയില്ല സാർ. അപ്പൊ സാർ നിങ്ങളുടെ ഫണ്ടുകൾ പൈസ ചെക്ക് ചെയ്യണേ. ഫണ്ട് നമ്മൾ EMI നമ്മൾ പൈസ ഇല്ലെങ്കിൽ നിങ്ങല്ലേ പറഞ്ഞത് അമ്പിളിക്കില്ല പൈസ കിട്ടായിരുന്നു. എപ്പോ കിട്ടും പൈസ? ഈ സമയത്ത് കൃത്യം നാളെ ഓപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എമൗണ്ട് ക്ലിയർ ചെയ്യാത്ത പക്ഷം അത് നാളെ ഓപ്ഷന് പോകും. അല്ല ഇതാന്ന് പറഞ്ഞ ഓപ്ഷൻ. അതേപോലെ 20,000 കോടി ഫൈനും വരും. പമ്പും പോവും, പൈസയും കിട്ടില്ല. അത് എന്ത് പരിപാടിയാ? നമ്മളെ ഷാർപ്പ് കറക്റ്റ് സമയത്ത് എത്തും. അപ്പം ഇവിടെ ഈ ഫിനാൻസിലെ ജോൺസിനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതോ സോറോ ഹാൻഡിൽ ചെയ്യുന്നത്? സോറോ വിളിച്ച് നമ്പർ മേടിക്കാൻ. ഹലോ സാർ. ശരിയാണല്ലോ, 2% കോടിയല്ലേ? നേരത്തെ താങ്കൾ എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? 2% കോടിയാന്ന് പറഞ്ഞത്. 10,000 കോടി 2% 200 കോടിയാണേ കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് തരുമ്പോഴേ കിട്ടിയത് തന്നെ. നാളെ ഞാൻ കേക്കിന് ഇൻഫോം ചെയ്തു. കേക്ക് നാളെ വന്ന് എല്ലാം സെറ്റിൽ ചെയ്യുന്ന പറഞ്ഞു. കുഴപ്പമില്ല സോറോ. ഇന്ന് അതായത് നാളെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരാണ് സബ്ഗുരുവിന് ഈ 10,000 CR സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. ഇന്ന് സബ്മിറ്റ് ചെയ്യണില്ല. അപ്പൊ അവർക്ക് ഇന്നിപ്പോ പുള്ളി അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്, ബാങ്ക് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. സോ നാളെ ഓപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ ഫണ്ട് സബ്മിറ്റ് ചെയ്യാത്ത പക്ഷം ഈ പമ്പ് നാളെ ഓപ്ഷന് പോകും. റീ ഓപ്ഷൻ വെക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? ഇൻഫോം ചെയ്തേരെ. നാളെ പൈസ കിട്ടുമോ? അതേപോലെ സോറ സാർ, ഇവര് പൈസ പേ ചെയ്യാത്ത പക്ഷം 20,000 CR ഫൈൻ വരും കേട്ടോ. എല്ലാം റെഡിയാ. നാളെ 9:50 പൈസ ഇട്ടിരിക്കും. ഓക്കെ ശരി. അപ്പൊ നമുക്ക് നാളെ ചിലപ്പോ ഞാൻ നാളെ അവൈലബിൾ അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ നല്ലപോലെ നടത്തണം. മാക്സിമം 500 കോടിയുടെ മേളിൽ ഞാൻ നടത്തണം നാളെ. ഞാൻ വേണേ നടത്താം. വേണ്ട നാളെ ആ പൈസ കൊണ്ടൊന്ന് കമ്പൂരിന് എത്തിച്ചാൽ മതി. അതെ പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കെ പറഞ്ഞു. പമ്പുകൾ എല്ലാം ഓപ്ഷനിൽ 500 കോടി മിനിമം ഉണ്ടായിരുന്നു. എസ് പമ്പ് നാളെയാണ് AP റിയൽ ലൈഫ് ബിസിനസ് ചെയ്യുന്നത്. എസ് പമ്പ് ഓപ്ഷൻ വന്നില്ല ഇന്നല്ല. സാറേ ഓ പറഞ്ഞോളൂ സാറേ.
സ്മോക്കാൻ വേണ്ടി പോയപ്പോ കണ്ടായിരുന്നു ചർച്ച. എന്ത് ചർച്ച? സാഗർ വിത്ത് സാഗർ. അത് ബിസിനസ്. അല്ല നമുക്ക് സന്തോഷമുള്ള കാര്യം. അതെ, സ്ഥാപനത്തിന് പൈസ ഇട്ടില്ല. നമുക്ക് ബിസിനസ് അല്ലേ അത്? അത്രേ ഉള്ളൂ ഒരു 10 കോടി ചെലവാ. എല്ലായിടം 100 ഇപ്പൊ 300 പോകേണ്ട പമ്പ് നമ്മൾ 500 വിൽപ്പിച്ചില്ലേ? കാഞ്ഞ ബുദ്ധി തന്നെ. എന്ത് ഇത് കുറച്ച് ദിവസത്തിന് പഠിക്കാൻ തരണം കേട്ടോ. ഈ ടെക്നിക്ക് നാളെ നടക്കാത്തില്ല. അപ്പൊ നാളെ പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആ ഒരു ദിവസത്തേക്ക് വർക്കാത്തുള്ളൂ. മനസ്സിലായോ? നല്ല നല്ല സാബ്ഗുരു ഇത് എങ്ങനെ ഇത് മുതലാക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. 10,000 കോടി അതൊന്നും മുതലാവുന്ന എനിക്ക് തോന്നുന്നില്ല. 6 മാസമല്ലേ ഉള്ളത്? 6 മാസമേ ഉള്ളൂ. ഒരു കൊല്ലത്തിനാണെങ്കിൽ ഒക്കെ പിന്നെയും ഒപ്പിക്കാൻ നിൽക്കാം. എണ്ണയ്ക്ക് വില കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറയട്ടെ. എണ്ണയ്ക്ക് ഒരു ബേസ് പ്രൈസ് വേണം സാറേ. എണ്ണയ്ക്ക് ഒരു ബേസ് പ്രൈസ് ഇടണമെന്ന് പറയാം. എണ്ണയ്ക്ക് ബേസ് പ്രൈസ് ഉണ്ടല്ലോ സിറ്റിയില് ഓൾറെഡി. അല്ലേ ഇത് 10 ലക്ഷത്തിന് ഒരു ക്യാൻ എന്നുള്ളത് 20 ലക്ഷത്തിന് ഒരു ക്യാനൊക്കെ ആക്കി മാറ്റും ഇങ്ങനെയാണെങ്കിൽ.